എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ മലമ്പുഴ ഡാമിലാണ്. മലമ്പുഴ ഡാം കാണാനാണ് വന്നിട്ടുള്ളത്. മലമ്പുഴ ഡാമിൻ്റെ മുകളിലേക്ക് കയറാനുള്ള വഴിയിൽ അല്പനേരം വിശ്രമിക്കാം എന്ന് കരുതിയപ്പോഴാ എനിക്കൊരു സുഹൃത്ത് ഇവിടെ. മലമ്പുഴ ഉദ്യാനം കേരളത്തിലെ പാലക്കാട് ജില്ലയിലുള്ള മലമ്പുഴ എന്ന സ്ഥലത്തുള്ള മലമ്പുഴ അണക്കെട്ടിന് അനുബന്ധമായി വിനോദസഞ്ചാര വകുപ്പ് പരിപാലിക്കുന്ന പ്രകൃതി സുന്ദരമായ ഒരു ഉദ്യാനമാണ് മലമ്പുഴ ഉദ്യാനം. കേരളത്തിൻ്റെ പൂന്തോട്ടം എന്നും മലമ്പുഴ ഉദ്യാനം അറിയപ്പെടുന്നു. തെക്കേ ഇന്ത്യയിലെ ജലസേചനത്തിനായുള്ള ഏറ്റവും വലിയ ജലസംഭരണിയാണ് മലമ്പുഴ അണക്കെട്ട്. 1955 ഇത് നിർമ്മിച്ചത്. പശ്ചിമഘട്ടത്തിന്റെ പശ്ചാത്തലത്തിലുള്ള മലമ്പുഴ ജലസംഭരണിയും മലമ്പുഴ ഉദ്യാനവും പ്രകൃതി രമണീയമാണ്. അതുവഴി കേരളത്തിലെ ഒരു പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമാകാനും മലമ്പുഴ അണക്കെട്ടിന് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ വൃന്ദാവനം എന്നാണ് മലമ്പുഴ ഉദ്യാനം അറിയപ്പെടുന്നത്. നിബിഡ വനങ്ങൾ നിറഞ്ഞ മലകളും മലമ്പുഴ അണക്കെട്ടിലേക്ക് വന്നു ചേരുന്ന നദികളും നിറഞ്ഞ പശ്ചാത്തലത്തിൽ പച്ചപ്പ് നിറഞ്ഞ പുൽത്തകിടികളും എണ്ണമറ്റ വൈവിധ്യമേറിയ പുഷ്പങ്ങളാൽ നിറഞ്ഞ പൂന്തോട്ടങ്ങളും ചെറിയ കുളങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ഇരിപ്പിടങ്ങളും വിശ്രമ സങ്കേതങ്ങളും എല്ലാം കാഴ്ചക്കാരൻ്റെ മനസ്സിന് മറക്കാനാവാത്ത അനുഭൂതി പകർന്നു കൊടുക്കുന്നു. മലമ്പുഴ ഡാമിൻ്റെ ഉത്ഭവം. മലമ്പുഴയിൽ ഒരു അണക്കെട്ട് നിർമ്മിക്കാം എന്ന ആശയം 1914 മദ്രാസ് സർക്കാരാണ് കൊണ്ടുവന്നത്. അന്ന് പാലക്കാട് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. 1949 മാർച്ചിൽ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കെ ഭക്തവത്സലം അണക്കെട്ടിന് തറക്കല്ലിട്ടു. റെക്കോർഡ് സമയത്തിൽ പണി പൂർത്തിയാക്കിയ ഈ അണക്കെട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കാമരാജ് 1955 ഒക്ടോബർ 9 ഉദ്ഘാടനം ചെയ്തു. അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് മുൻപ് പൂൻപാറ, ചോവങ്കാട്, ഇടുപ്പാടി, വടക്കമ്പാടം, താഞ്ഞികപ്പള്ളം, കാരക്കാട്, തൂപ്പള്ളം, വാരാനി, അക്കരക്കാട്, കടുക്കാംകുന്നം, ആനക്കുഴിക്കാട്, തമ്പുരാട്ടിപ്പോട്ട, ആനമുക്കര, പാണ്ടിപ്പോട്ട, തെക്കുംപാടം, കൊശവൻ ഇടുക്ക് എന്നിങ്ങനെ ഉള്ള സ്ഥലങ്ങളായിരുന്നു ഇവിടെ. അണക്കെട്ട് നിർമ്മാണത്തിന് ശേഷം ഈ സ്ഥലങ്ങളെല്ലാം തന്നെ മലമ്പുഴ എന്ന് അറിയപ്പെട്ടു. സന്ദർശന സമയം രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ. റിസർവോയറിൽ ബോട്ടിംഗ് ആണ് പ്രധാനമായുള്ള ആകർഷണം. മീൻപിടുത്തം നിരോധിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലമാണിത്. എന്നിരുന്നാലും പലരും റിസർവോയറിൽ മീൻ പിടിക്കുന്നുമുണ്ട്. ഗാർഡൻ ഹൗസിൽ ജലകേളികൾക്കായി ഒരു വിഭാഗം സജ്ജീകരിച്ചിരിക്കുന്നു. കാലത്ത് 10 മണി മുതൽ പെഡൽ ബോട്ടുകളും മറ്റും വാടകയ്ക്ക് ലഭ്യമാണ്. ഉദ്യാനത്തോട് ചേർന്ന് നന്നായി അറ്റകുറ്റപ്പണികളും ശുദ്ധീകരണവും മറ്റും നടത്തിവരുന്ന നീന്തൽക്കുളം ഒരുക്കിയിരിക്കുന്നു. ഇത് ചൊവ്വാഴ്ചകളിൽ തുറന്നു പ്രവർത്തിക്കുന്നില്ല. പ്രസിദ്ധനായ കാനായി കുഞ്ഞിരാമൻ എന്ന പ്രസിദ്ധനായ ശില്പി ഉണ്ടാക്കി വച്ചിട്ടുള്ള യക്ഷി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ശില്പമാണ് ഈ കാണുന്നത്. മലമ്പുഴ ഉദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന മത്സ്യരൂപത്തിൽ നിർമ്മിച്ചിട്ടുള്ള ശുദ്ധ ജല മത്സ്യങ്ങളുടെ പ്രദർശന കേന്ദ്രം, പാമ്പ് വളർത്തൽ കേന്ദ്രം, കുട്ടികൾക്കായുള്ള ഉദ്യാനം എന്നിവ കുട്ടികളുടെ ഉല്ലാസത്തിനായി പ്രത്യേകം സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു. തെന്നിന്ത്യയിലെ ആദ്യത്തേത് എന്ന് അവകാശപ്പെടുന്ന യാത്രക്കാരെ വഹിക്കുന്ന റോപ്പ് വേ മലമ്പുഴ ഉദ്യാനത്തിന്റെ മറ്റൊരു പ്രധാന ആകർഷണമാണ്. മലമ്പുഴ ഉദ്യാനത്തിന് മുകളിലൂടെയുള്ള ഉല്ലാസപ്രദമായ ആകാശയാത്ര സാധ്യമാക്കുന്ന റോപ്പ് വേ കാലത്ത് 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ച കഴിഞ്ഞ് 2:30 മുതൽ വൈകിട്ട് 8 വരെയും പ്രവർത്തിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ മലമ്പുഴ ഡാമിലാണ്. മലമ്പുഴ ഡാം കാണാനാണ് വന്നിട്ടുള്ളത്. മലമ്പുഴ ഡാമിൻ്റെ മുകളിലേക്ക് കയറാനുള്ള വഴിയിൽ അല്പനേരം വിശ്രമിക്കാം എന്ന് കരുതിയപ്പോഴാ എനിക്കൊരു സുഹൃത്ത് ഇവിടെ.
എന്താ താങ്കളുടെ പേര്? അബ്ദുൽ സലീം. അബ്ദുൾ സലീം. ഞങ്ങളൊക്കെ ഏകദേശം ഒരു പ്രായക്കാരാണ് കേട്ടോ. പുള്ളി ഇവിടെ ഒരു കട നടത്തുന്നുണ്ട്. ആ കട ഞാൻ കാണിച്ചു തരാം. മലമ്പുഴ ഡാമിന്റെ മുകളിലേക്ക് കയറണമെങ്കിൽ ഈ ചവിട്ടുപടികൾ കയറി ചെന്നാൽ മലമ്പുഴ ഡാമിന്റെ മുകളിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. വളരെ അനായാസം നമുക്ക് കയറിപ്പോകാൻ കഴിയുന്ന രൂപത്തിലുള്ള ചവിട്ടുപടികളാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രവീൺ എന്നാണ് ഈ സെക്യൂരിറ്റിക്കാരന്റെ പേര്. ഈ മലമ്പുഴ ഡാമിന്റെ മുകളിൽ നിന്ന് മലമ്പുഴ ഡാം കാണുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്.
മലമ്പുഴ ഡാമിലെ കാഴ്ചകളൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.